നഗരത്തിൽ മത്സര ഓട്ടം ഇല്ലെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. റോഡുകളിലെ അനധികൃത പാർക്കിംഗ് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതായും ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. സ്വകാര്യ ബസ്സുകൾ മത്സരയോട്ടം നടത്തുന്നു എന്നുള്ള ആരോപണം തള്ളി ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ. 2.5 കിലോമീറ്ററിനുള്ളിൽ 10 സ്റ്റോപ്പുകളാണ് ഉണ്ടാവുക. ഈ സ്റ്റോപ്പുകളിലൊക്കെ നിർത്തിപ്പോകുമ്പോൾ എങ്ങനെ മത്സരയോട്ടം നടത്തുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ട്രഷറർ സിദ്ദിഖ് ചോദിക്കുന്നു. റോഡുകളിലെ നീണ്ട കുണ്ടിലും കുഴിയിലൂടെയും കടന്നുപോയി നല്ല റോഡ് എത്തുമ്പോൾ വണ്ടിയുടെ സുഗമമായ പോക്കിനെയാണ് മത്സര ഓട്ടം എന്ന് പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ ഒറ്റപ്പാലാണെങ്കിലും പട്ടാമ്പി ആണെങ്കിലും ചെപ്പശ്ശേരി ആണെങ്കിലും മണ്ണാർക്കാടാണെങ്കിലും ഇപ്പോൾ ബസ്സുകൾ മത്സരോട്ടമാണെന്നാണ് മാധ്യമങ്ങളും ഉദ്യോഗസ്ഥരും പറയുന്നത്. മത്സരോട്ടമല്ല, അത് റോഡിൻ്റെ തകർച്ചയാണ്. റോഡിൻ്റെ തകർച്ച കാരണം 1 കിലോമീറ്ററിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിന് 2 മിനിറ്റും ഓർഡിനറി ബസ്സിന് 2.5 മിനിറ്റുമാണ് സമയം. ഈ കുണ്ടും കുഴിയും താണ്ടിയിട്ട് നല്ല റോഡ് കാണുമ്പോൾ അത്യാവശ്യം ഒരു 40 കിലോമീറ്റർ സ്പീഡ് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് തോന്നുന്നതാണ് മത്സര ഓട്ടം. പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സ്റ്റോപ്പിലും കൈകാട്ടുന്നവർക്കൊക്കെ നിർത്തണപ്പോൾ അപ്പോൾ ആ സ്ഥിതിയായിരിക്കും. കാരണം അല്ലെങ്കിൽ തിരിച്ചു വരുന്ന സമയത്ത് വണ്ടി തടുക്കും. ഇതാണിപ്പോൾ മൊത്തത്തിൽ നടക്കുന്നത്. ചളി തെറിച്ച പ്രശ്നമാണ്. അപ്പോൾ കുഴിയിൽ നമ്മൾ ഇറക്കി കയറ്റി വരുമ്പോൾ ഞങ്ങൾക്ക് സമയത്തിന് ബസ് സ്റ്റാൻഡുകളിലോ ബസ് സ്റ്റോപ്പുകളിൽ നിന്നോ ആളെ എടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ചില ബസ് സ്റ്റാൻഡുകളിൽ കയറാൻ തന്നെ പറ്റുന്നില്ല. അപ്പോൾ കൊളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ കയറണമെന്ന് അവിടുത്തെ നഗരസഭ തീരുമാനിച്ചപ്പോൾ ആ ബസ് സ്റ്റാൻഡിൽ കയറാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഇതാണ് മൊത്തത്തിൽ നടക്കുന്നത്. ഈ വിദ്യാർത്ഥികളെയും കയറ്റിയിട്ട് ഈ കുഴിയും താണ്ടി നടക്കുമ്പോൾ മറ്റു ചിലർ മത്സരോട്ടമെന്ന് പറയാമെന്നല്ലാതെ മത്സരോട്ടം ഒരിക്കലും കഴിയില്ല. ഒരു സ്റ്റേജിൽ 10 സ്റ്റോപ്പ് ഉണ്ടാവും. 2.5 കിലോമീറ്ററാണ് ഒരു സ്റ്റേജ്. ആ സ്റ്റേജിൽ 10 സ്റ്റോപ്പിൽ ഈ ആളെ ഇറക്കി കയറ്റി കഴിഞ്ഞാൽ എങ്ങനെ സ്പീഡിലാണ് പോവുക? 60 കിലോമീറ്റർ സ്പീഡിൽ ഞങ്ങൾക്ക് പോവാം. ടൗണിലാണെങ്കിൽ 35 കിലോമീറ്റർ സ്പീഡിൽ പോവാം. എന്തടിസ്ഥാനത്തിലാണ് മത്സരോട്ടം എന്ന് പറയുന്നത് ഈ മാധ്യമങ്ങളും ഉദ്യോഗസ്ഥരും ഇത് പറയുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതേസമയം റോഡിലെ അനധികൃത പാർക്കിംഗ് ഏറെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതായും പരാതികൾ നൽകിയിട്ടും നടപടികൾ വൈകുകയാണെന്ന് സിദ്ദിഖ് ആരോപിച്ചു. നമ്മൾ പട്ടാമ്പിയിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുന്ന വണ്ടിയാണെങ്കിലും വാണിയംകുളത്താണെങ്കിലും പട്ടാമ്പിയിലാണെങ്കിലും ഒറ്റപ്പാലത്താണെങ്കിലും ടൗണുകളിൽ അനധികൃത പാർക്കിംഗ് ആണ്. അത് മാറ്റുന്നതിന് യാതൊരു നിയമ നടപടിയും സ്വീകരിക്കുന്നില്ല. പല പ്രാവശ്യം ഞങ്ങൾ പരാതി കൊടുത്താണ്. ഇപ്പോൾ കന്യാകുമറി മുതൽ ഈസ്റ്റൊറ്റപ്പാലം വരെ ഒറ്റപ്പാലം പ്രദേശം എടുക്കുകയാണെങ്കിൽ അവിടെ മുഴുവൻ അനധികൃത പാർക്കിംഗ് ആണ്. പാർക്ക് ചെയ്യാൻ പാടില്ല. ബസ്സുകൾക്കാണെങ്കിൽ എവിടെ നിർത്താനും സൗകര്യമില്ല, എവിടെയും പോകാൻ സൗകര്യമില്ല. ഈ അനധികൃത പാർക്കിംഗ് ഒഴിവാക്കിയാൽ തന്നെ കുറച്ച് സമയം അവിടെയെങ്കിലും കിട്ടും. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇത് പരിഹരിക്കാൻ വേണ്ടപ്പെട്ട അധികാരികളോ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് ജനങ്ങൾക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ വേണ്ട സൗകര്യം ഉണ്ടാക്കി തീർക്കണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.